നമസ്കാരം. നമ്മുടെ ലോകത്ത് പലയിടങ്ങളിലും അഗ്നിപർവ്വതങ്ങളുണ്ട്. അതായത് പ്രത്യേകമായ ഒരു ഭൂഗർഭത്തിൽ നിന്ന് പ്രത്യേക മർദ്ദം കൊണ്ട് തീതുപ്പുന്ന അഗ്നിപർവ്വതങ്ങൾ, ജ്വാലാമുഖികൾ എന്നും കവികൾ ഇതിനെ പാടിയിട്ടുണ്ട്. ഒരു വേള കവികളുടെ ഭാവനയിലൊക്കെ അഗ്നിപർവ്വതങ്ങൾ അല്ലെങ്കിൽ ജ്വാലാമുഖികൾ അത്ര ഭീതി ജനിപ്പിക്കുന്ന, ഭയം ജനിപ്പിക്കുന്ന സംഗതികളല്ല. പക്ഷേ അവ ഭീതി ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് അപകടം സംഭവിക്കുന്ന വസ്തുക്കൾ തന്നെയാണ്. ഭൂമിയിൽ അനേകം അഗ്നിപർവ്വതങ്ങൾ ഉണ്ട്. ഇന്തോനേഷ്യ, ജപ്പാൻ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ചവയാണ്. എത്രയോ പേർ അഗ്നിപർവ്വത സ്ഫോടനത്തിലൊക്കെ തന്നെ മരിച്ചിരിക്കുന്നു. അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഭൂമിയുടെ ചില പ്രത്യേകതകൾ കൊണ്ടാണ്. ഭൂമിക്കടിയിലെ തിളച്ച പാറ ലാവയായി ഉരുകിയൊലിക്കുന്ന ആ കഥകളും അതിൻ്റെ സംഭവങ്ങളും ചരിത്രങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ലോകത്തെ മിക്ക അഗ്നിപർവ്വതങ്ങളിലും വിസ്ഫോടനത്തിന് ശേഷം തിളച്ചുമറിയുന്ന തീക്കുഴമ്പ് അഥവാ ലാവ, ഈ ലാവാ പ്രവാഹമാണ് ഉണ്ടാകുന്നത്. അത് കല്ലുകളും പാറകളും തിളച്ച് പുറത്തേക്ക് ചീറ്റുന്നതാണ്. എന്നാൽ ഭൂമിയിലുള്ള ഒരേയൊരു അഗ്നിപർവ്വതം ഈ കാര്യത്തിൽ വ്യത്യസ്തമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത്. അവർ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ഈ അഗ്നിപർവ്വതത്തിൽ നിന്ന് വിസ്ഫോടനത്തിന് ശേഷം ഉടലെടുക്കുന്നതും ഒഴുകുന്നതും കറുത്ത നിറത്തിൽ വാഹനങ്ങളിൽ നിന്നുള്ള കരിയോയിലിനെ അനുസ്മരിപ്പിക്കുന്ന ഒരുതരം ദ്രാവകമാണ്. ലാവയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ലാവ ഒഴുകേണ്ടേ എന്ന് ചോദിച്ചാൽ അത് ലാവയാണ്. പക്ഷേ ലാവയുടെ സ്വഭാവമല്ല ഈ കറുത്ത ദ്രാവകത്തിന് എന്ന് പറയുന്നു. ആഫ്രിക്കൻ രാജ്യമായ താൻസാനിയയിലെ കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് ഭൗമഘടനയിലുള്ള ഓൾ ഡോങ്ക്യോ ലെങ്കായ് എന്ന അഗ്നിപർവ്വതമാണ് ഈ വ്യത്യസ്തത പുലർത്തുന്നത്. കാർബൺ അധിഷ്ഠിത ലാവ അഥവാ നാട്രോ കാർബണേറ്റ് ലാവ പുറപ്പെടുവിക്കുന്ന ഭൂമിയിലെ ഒരേയൊരു അഗ്നിപർവ്വതമാണ് ഈ ലെങ്കായ് അഗ്നിപർവ്വതം. സൗരയൂഥത്തിലെ വീനസിൽ ഇത്തരം ലാവ പുറപ്പെടുവിക്കുന്ന അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. സാധാരണഗതിയിൽ അഗ്നിപർവ്വതങ്ങൾ സിലിക്കേറ്റ് ധാതുക്കൾ, അതായത് മണൽ പോലുള്ള ധാതുക്കൾ അടങ്ങിയ ലാവയാണ് പുറന്തള്ളുന്നത്. 900 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉരുകൽ താപനില ഉള്ളവയാണ് ഈ ധാതുക്കൾ. അതായത് 900 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് ഏറ്റാൽ മാത്രം ഉരുകുന്ന ധാതുക്കളാണ് ഇവ. അതിനാൽ തന്നെ ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ലാവാ പ്രവാഹത്തിന് അതിൻ്റെ ചൂട്, അത് തിളച്ചു മറിയുന്നത്, അതിൻ്റെ ആ ഒരു താപനിലയൊക്കെ വളരെ കൂടുതലായിരിക്കും. എന്നാൽ നാട്രോ കാർബണേറ്റ് ലാവ 900 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ തന്നെ ദ്രാവക രൂപമാകും. അതിനാൽ തന്നെ താരതമ്യേന ചൂട് കുറഞ്ഞാണ് ലെങ്കായ് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ലാവയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിന് ചൂട് കുറവാണ്, പക്ഷേ ഇതിൽ നിന്ന് വമിക്കുന്ന ചില വാതകങ്ങൾ, ഇത് ഭൂമിയിൽ പതിച്ചാൽ ഉണ്ടാകുന്ന ചില രാസമാറ്റങ്ങൾ, അവയൊക്കെ പലതരത്തിലുള്ള രോഗങ്ങൾ പരത്താൻ ശേഷിയുള്ള ചില വസ്തുക്കൾ അടങ്ങിയതാണ്, രാസവസ്തുക്കൾ അടങ്ങിയതാണ്. അല്ലെങ്കിൽ രാസമാറ്റം സംഭവിച്ച് രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പടർത്താൻ സാധ്യതയുള്ള ഒരു കെമിക്കൽ കോമ്പസിഷൻ, ഒരു രാസ സമ്മിശ്രം ഇതിനോടൊപ്പമുണ്ട് എന്ന് പറയപ്പെടുന്നു. സിലിക്ക ഇല്ലാത്തതിനാൽ കട്ടി കൂടിയതാണ് ഈ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ഈ കറുത്ത ദ്രാവകം. തീവ്രമായ പൊട്ടിത്തെറികളാണ് ഇവിടെ നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ലാവയിൽ കൂടുതലാണ് എന്നത് മറ്റൊരു കാരണമാണ്. അതൊക്കെ തന്നെയായിരിക്കാം ഒരു വേള ഇത് രോഗകാരകമാകുന്നത്. 2962 മീറ്റർ പൊക്കമുള്ള ഈ അഗ്നിപർവ്വതത്തിന് 2 അഗ്നിമുഖങ്ങളാണ് ഉള്ളത്. എന്നാൽ വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിമുഖത്തിൽ നിന്ന് മാത്രമാണ് ലാവാ പ്രവാഹം അല്ലെങ്കിൽ ഈ കറുത്ത ദ്രാവകത്തിൻ്റെ പ്രവാഹം സംഭവിക്കുന്നത്. 2017 മുതൽ ഈ അഗ്നിപർവ്വതം വളരെ സജീവമാണ്. ശാസ്ത്രജ്ഞർ ഈ അഗ്നിപർവ്വതത്തെപ്പറ്റി ഗഹനമായി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് ഭൂമിയുടെ 2ാം പാളിയായ മാന്റിലിൽ ധാതുക്കൾ ഉരുകുന്നതാണ് ഈ സവിശേഷമായ ഈ കറുത്ത നിറമുള്ള ലാവയ്ക്ക് കാരണമാകുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. എന്തായാലും ഈ ലാവ ചൂട് കുറഞ്ഞതാണ്, കട്ടി കൂടിയതാണ്. വലിയ ഉപദ്രവം ഭൗതികമായി നമുക്കുണ്ടാക്കുന്നില്ല. പക്ഷേ ഇവ പുറന്തള്ളുന്നത് കൊണ്ടുണ്ടാകുന്ന അന്തരീക്ഷത്തിലും ഭൂമിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പഠനങ്ങൾ കൂടി ഇതോടൊപ്പം നടത്തിയിട്ടുണ്ട്. അതിൽ ചില രോഗങ്ങൾക്ക് ഈ ലാവയിൽ നിന്ന് വമിക്കുന്ന ചില വാതകങ്ങളും കാരണമാകും എന്നും പറയപ്പെടുന്നു.